നമുക്ക് അജയുടെ ഭൂമിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഭൂമി കരയുവാണ്. ഭൂമിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്തൊരവസ്ഥ. എങ്ങനെയെങ്കിലും അംബികയെ പുറത്തിറക്കണം. ഒരു പക്ഷേ അച്ഛൻ്റെ ആത്മാവിന് പോലും അല്ലെങ്കിൽ ശാന്തി കിട്ടത്തില്ല. തൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഭൂമിയുടെ മനസ്സിൽ. ഭൂമി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവിടെ നിന്നിട്ട്. അങ്ങനെ മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. അലമാര തുറന്ന് അതിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് അതൊക്കെ ഓരോരോ ഓർമ്മകളായിരുന്നു. കഴിഞ്ഞ വിഷുവിന് ഇങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് പടക്കം പൊട്ടിച്ചും പൂത്തിരിയും കമ്പത്തിരിയും ഒക്കെ കത്തിച്ചും എല്ലാം ഓർക്കുവാണ്. എന്തൊരു സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ. അതൊക്കെ ഇനി ആ ഒരു നാളുകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അമ്മ പുറത്തിറങ്ങിയാലും അച്ഛനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അച്ഛനും അമ്മ അത്ര സ്നേഹത്തിലായിരുന്നു. ഭൂമിക്ക് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഭൂമി പെട്ടെന്ന് തന്നെ നേരെ എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ലക്ഷ്മി കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഭൂമിയാണ് ഇപ്പോൾ കടയിലേക്ക് പോലും പോകുന്നില്ല. ഭൂമിക്ക് അതിനൊന്നും സാധിക്കില്ല. അവിടെ പോയിരുന്നാലും സങ്കടമാണ്. അങ്ങനെ ഭൂമി അവിടേക്ക് ചെല്ലുമ്പോഴത്തേനുമാണ് ആൽഫ്രഡ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഓടി അങ്ങോട്ട് വന്നു. പിന്നീട് പറഞ്ഞു, അതേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഭൂമി വിഷമിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും അംബികാൻ്റിയെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഭൂമി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം ഭൂമി, എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ സാഹചര്യ തെളിവുകൾ എതിരല്ലേ എന്ന് പറഞ്ഞു. അതെ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എൻ്റെ അമ്മ ഒരിക്കലും ചെയ്യില്ല. ഇതിനകത്ത് വേറെ ആരോ കിടന്ന് കളിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനോട് ശത്രുതയുള്ള ആരോ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ അയാൾ ആരാന്ന് കണ്ടെത്തുവാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അത് കേട്ടതും ആൽഫ്രഡ് പറഞ്ഞു, എനിക്കറിയാം ഭൂമി, നിനക്ക് എന്ത് സഹായം വേണമല്ലോ എന്നോട് ചോദിച്ചാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നീട് ഭൂമി പറഞ്ഞു, ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വന്നാ. എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. CI സാറിനോട് ചോദിച്ചിട്ട് എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അജയുടെ അടുത്തേക്ക് എന്നിട്ട് പെർമിഷൻ വാങ്ങുവാണ് അമ്പിയെ കാണാനുള്ള. അപ്പം അമ്പിയെ കാണാൻ പെർമിഷൻ അത് മാത്രമല്ല, ഭയങ്കര ആഗ്രഹമുണ്ട്. അമ്മയുടെ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ലെന്ന അറിയാൻ കഴിഞ്ഞേ. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കണമല്ലോ. ഭൂമി എന്ത് ചെയ്തു, പുറത്തുനിന്നൊരു ചോറൊക്കെ വാങ്ങി അതുമായിട്ടാണ് അമ്പിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അമ്പ ഇങ്ങനെ സെല്ലിനരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇതേ അമ്മ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛന് സങ്കടമാവുന്ന കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അമ്മ ഇങ്ങനെ വിഷമിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്പയ്ക്ക് ഒന്നുകൂടെ സങ്കടമായി. അമ്പിക എങ്ങനെ ഇടിച്ച് കരയാണ്. ഇതേ അമ്മ ആഹാരം ഒന്നും കഴിക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു. അമ്മ ഇങ്ങോട്ട് വാ, ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞു. ആ സെല്ലിൻ്റെ അഴിയിൽ കൂടെ വാരി കൊടുക്കാനായിട്ട് ഭൂമി ഒരുങ്ങുവാണ്. അപ്പോഴേക്കും അമ്പിക പറഞ്ഞു, മോളെ എനിക്ക് വിശപ്പില്ല, വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയോട് ഒന്നും കഴിക്കുന്ന പോലുമില്ല. ഇങ്ങനെ ആയിട്ടുണ്ട് എങ്ങനെ ശരിയാന്നേ, നമുക്ക് പുറത്തിറങ്ങണ്ടേ. അതെ അമ്മേ, അമ്മയോട് ഞാനൊരു കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൊലയാളി ആരാണോ അവരെ നമുക്ക് പുറത്തെത്തിക്കണ്ടേ. ആ കൊലയാളിയെ പുറത്ത് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. അതിന് അമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. അമ്മ ഇങ്ങനെ തളർന്നു പോയാലോ, ബോൾഡ് ആവണം. അല്ല, എനിക്കൊരു കാര്യം കൂടെ അമ്മയോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്പി ചോദിച്ചു, എന്താ മോളെ, അച്ഛൻ്റെ ഫോൺ എന്തിയേ? അച്ഛൻ്റെ ഫോൺ ഞാൻ കണ്ടില്ല അവിടെയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്പി ഇങ്ങനെ ഓർത്തു, അതിനകത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെ എന്താണെന്നും അറിയത്തില്ല. അത് മോളെ, അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു ഫോണ്. അപ്പം അമ്മയ്ക്ക് അറിയില്ലേ? എനിക്കറിയില്ല മോളെ, അച്ഛൻ്റെ ഫോൺ എവിടെയാന്ന്. ആ സമയത്ത് ഞാനതൊന്നും പിന്നീട് നോക്കിയില്ല എന്ന് പറഞ്ഞു. ഭൂമിക്കാണ് വിഷമമായി. ആ ഫോൺ എവിടെ പോയിട്ടുണ്ടായിരിക്കും? ഒരു പക്ഷേ ആ കൊലയാളി എടുത്തുകൊണ്ട് പോയി കാണുമായിരിക്കുമോ? അയാൾക്ക് ആ ഫോൺ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ എന്നൊരു ചിന്തയായിരുന്നു ഭൂമിയുടെ മനസ്സിൽ. അങ്ങനെ ഭയങ്കര ഭാര്യ സെല്ലിൻ്റെ അഴിയിൽ കൂടെ ഭാര്യ കൊടുക്കുവാണ് അമ്പയ്ക്ക്. ഭൂമി കുറച്ച് 3-4 കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്പയ്ക്ക് പറഞ്ഞു, മതി മോളെ, എനിക്ക് വിശക്കുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ അമ്പ കഴിച്ചെങ്കിലോ മോള് കഴിക്കത്തോളം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അംബിക വേണ്ടെങ്കിലും വാങ്ങിച്ച് കഴിക്കുവാണ്. ഒരു വശത്ത് അച്യുതനെ കുറിച്ചുള്ള ചിന്തകൾ, മറുവശത്ത് ഭൂമി തനിച്ചാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് അതിനേക്കാളും വലിയ ടെൻഷനാണ്. ഈ സമയത്ത് അംബിക പറഞ്ഞു, മോളെ എനിക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങണമെന്നൊന്നുമില്ല. ഞാൻ ഇവിടെ കിടന്നങ്ങ് തീർന്നാൽ മതിയായിരുന്നു. അതേ അച്യുതനില്ലാത്ത ആ വീട്ടിലേക്ക് ഞാനിനി എങ്ങനെയാണ് വരുന്നത്? ഓഹോ, അപ്പം അമ്മയ്ക്ക് ഇതാണല്ലേ. അപ്പം അമ്മയ്ക്ക് അമ്മയുടെ മോളെക്കുറിച്ച് ഒരു ചിന്തയില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അംബിക തകർന്നുപോയി. അത് പിന്നെ ഞാൻ അപ്പോഴേക്കും പതുക്കെ ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ അച്ഛനെ പുറത്തിറക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി സങ്കടത്തോടെ കണ്ണും തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ബാലൻ സാറ് വന്നിട്ട് പറഞ്ഞു, ഭൂമി നീ ഇങ്ങനെ കരയല്ലേ, സങ്കടപ്പെടല്ലേ, നിന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊക്കെ അറിയാം. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരുമെന്ന് പറഞ്ഞു. അതന്നെയാ
ബാലൻ സാറേ, എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മ നിരപരാധിയാന്ന് അറിയണം. അതിനുവേണ്ടി മാത്രം ഇപ്പം ഞാനും ഇരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ബാലൻ സാറ് പറഞ്ഞു, ഭൂമി, ഇത് വെറുതെ ഒരു കൊലപാതകമാണെന്ന് എനിക്ക് തോന്നില്ല. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കരുതി കൂട്ടിയൊരു ആക്രമണമുണ്ട്. വെറുതെ ഒരു മോഷ്ടാവ് കയറി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ട് കയറി വന്നൊന്നുമല്ല. ഇത് നേരത്തെ തീരുമാനിച്ച് പ്ലാൻ ചെയ്തതാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് കമാലിനെ വിളിക്കുകയാണ് ഭവാനി കമാലിനെ വിളിച്ചിട്ടൊന്ന് കാണണം, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് ആവശ്യപ്പെടുക. അങ്ങനെ കമാല് വന്നു കഴിഞ്ഞപ്പോൾ ഭവാനി പറഞ്ഞു, കമലെ, നീ ഇനി സൂക്ഷിക്കണം. കാരണം അജയ്ക്കൊക്കെ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു അജ്ഞാത കയറിയിട്ടുണ്ടെന്ന് അംബിക മൊഴി കൊടുത്തു കഴിഞ്ഞു. അയ്യോ മാഡം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ, മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങാനും എവിടെയെങ്കിലും ഏതെങ്കിലും CCTVക്കകത്ത് നിന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ. അതുകൊണ്ട് നീ തൽക്കാലത്തേക്ക് ഇപ്പം പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ ഭൂമിയുടെ കാര്യം തൽക്കാലത്തേക്ക് അവളുടെ അമ്മ സ്റ്റേഷനിലായതുകൊണ്ട് അവൾ അതിൻ്റെ ടെൻഷനില്ല. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം നീ ആ കാര്യം കൂടെ നടത്തണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മാഡം അതൊന്നും ഓർത്ത് പേടിക്കണ്ട. പിന്നെ ഒരു കാരണവശാലും പോലീസിന് പിടി കൊടുക്കരുത്. എങ്ങാനും നിന്നെ പോലീസ് പിടികൂടിയാൽ പോലും എൻ്റെ പേര് പോലും നീ പറഞ്ഞു പോയേക്കല്ലേ. ഇല്ല മാഡം, ഞാൻ അങ്ങനെ പറയുന്നു മാഡത്തിന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ മാഡത്തിന് ഒരിക്കലും ഒറ്റില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് ഭവാനി പോകുന്നേ. അപ്പം ഭവാനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഭൂമിയെ ഇല്ലാതാക്കുന്നു. പക്ഷെ ഈ സമയത്ത് അത് ചെയ്യുന്ന അപകടമാണെന്ന് മനസ്സിലായി. അതേ സമയത്ത് സംഗീതയുടെ അടുത്തേക്ക് മുത്തശ്ശി എല്ലുവാണ്, സൗഭാഗ്യ മുത്തശ്ശി. അങ്ങനെ ചെന്ന് കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതെ നമുക്ക് ആ ഭൂമി ഇങ്ങോട്ടേക്കൊന്നും വിളിച്ചാലോ എന്ന് ചോദിച്ചു. സംഗീതിച്ചു, അതെന്താ പാവ കുട്ടി അവിടെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നുണ്ടായിരിക്കും, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി ഭൂമിയെ വിളിക്കുകയാണ്. ഭൂമി ഫോൺ എടുത്തിട്ട്, എന്താ മുത്തശ്ശി? അല്ല മോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ഞാൻ വരുന്നില്ല. അല്ല മോളവിടെ ഒറ്റയ്ക്കിരിക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് സാരമില്ല മുത്തശ്ശി, ഇവിടെ അച്ഛനുണ്ട് അമ്മ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനോ? അതേന്നേ, അച്ഛന് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല മുത്തശ്ശി. അച്ഛനുള്ള വീട്ടിൽ നിന്ന് ഞാൻ ഒരിടത്തേക്കും വരില്ല, ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞു. മോളെ അവിടെ ഒറ്റയ്ക്ക് എത്ര ദിവസം എന്ന് വെച്ചാൽ അംബിക പുറത്തിറങ്ങിയിട്ടില്ലോ. അമ്മ ഇറങ്ങും മുത്തശ്ശി, അമ്മയെ ഞാൻ ഇറക്കുമെന്ന് പറഞ്ഞു. മോള് വിഷമിക്കണ്ട കേട്ടോ, എന്താവശ്യം ഉണ്ടെങ്കിലും ഈ മുത്തശ്ശിയെ വിളിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്തോളാം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആകെപ്പാടെ വിഷമിച്ചാണ് കോള് കട്ട് ചെയ്യുന്നത്. ആ സമയം സൗഭാഗ്യ മുത്തശ്ശിയും ഭയങ്കര വിഷമമായി. തൻ്റെ ഒരു കൊച്ചുമോൾക്കാണ് ഇങ്ങനെ സംഭവിച്ച ഈ ദുരന്തം അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ. എന്തോ അവളോട് വല്ലാത്തൊരു അടുപ്പമാണ്. ഇതിനു മുമ്പ് ഒത്തിരി പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരോടൊന്നും ഇല്ലാത്തൊരു പ്രത്യേക അടുപ്പവും വാത്സല്യം അവളോടുണ്ട് താനും. അതേസമയത്ത് സത്യദാസ് ഭൂമിയെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സത്യദാസിന് ഭയങ്കര വിഷമമായി. ആ പഴയ ഊർജ്ജസ്വലതയും കാര്യങ്ങളൊന്നുമില്ല. സാറേന്നും വിളിച്ചുകൊണ്ട് ഓടി വരുന്നതാണ്. എപ്പോഴും കൂടുകൂടെ ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ചിരിയില്ല, ഒന്നുമില്ല. കുറേയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ആശ്വാസവാക്കുകളൊന്നും ഭൂമിക്ക് ഏൽക്കുന്നില്ലെന്ന് മനസ്സിലായി. ഭൂമി നല്ല വിഷമത്തിലാണെന്ന് മനസ്സിലായി. ഒടുവിൽ സത്യദാസ് പറഞ്ഞു, ഭൂമി നിന്നോടൊപ്പം ഞാനും ഉണ്ട്. നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ആരാണെങ്കിലും അവരെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ഉറപ്പായിട്ടും. അത് കേട്ടതും ഭൂമി പറഞ്ഞു, ഇല്ല സാറേ, നിയമത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ അച്ഛനെ തീർത്ത് ആരാണെങ്കിലും അവരെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ. പിന്നെ അവരെ ഭൂമിയെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്കൊരു ഉറച്ച തീരുമാനമായിരുന്നു ഭൂമിയുടേത്. ഭൂമി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടായിരുന്നു തൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ആരാണെങ്കിലും അധികം വൈകാതെ അവർക്ക് പുറത്ത് വരേണ്ടതായിട്ട് വരുമെന്ന്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.